റഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിൽ വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള 2025 ജൂൺ 1 ഞായറാഴ്ച വന്നിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനം. അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. പുണ്യ ഭൂമിയിലെ സേവകർ എന്ന തലക്കെട്ടിൽ അഷ്റഫ് വെങ്ങാട്ട് എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ഏറ്റവും ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനവും അതുപോലെ തന്നെ വളണ്ടിയർ സേവനവും നടത്തുന്ന KMCC കുറിച്ചാണ് ഇന്നത്തെ ലേഖകൻ വളരെ കൃത്യമായി തന്നെ സേവനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ്. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ, പാലാവാരം കണക്കെ പരന്നൊഴുകുന്ന പരശതങ്ങൾ, ഒരേ വസ്ത്രങ്ങൾ, ഒരേ പ്രാർത്ഥനകൾ, ഒരേ ലക്ഷ്യം, ലോകമൊന്നാകെ മക്കയിലെ മിനയിലും മുസ്ദലിഫയിലും അറഫയിലുമാകുന്ന നാളുകൾ, എല്ലാവർക്കുമായി സർവശക്തൻ്റെ കാവൽ. തിരുഗ്രഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിൻ്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെയും നേതൃത്വത്തിൽ ഹാജിമാർക്കുള്ള കരുതൽ. ആധുനിക സൗദിയുടെ ശില്പി അബ്ദുൽ അസീസ് രാജാവിൻ്റെ കാലം തൊട്ടുള്ള ജാഗ്രതയുടെ പാരമ്പര്യ തുടർച്ച. ഓരോ ഹജ്ജും ഓരോ അനുഭവമാണ്. ഹജ്ജ് തീർത്ഥാടകർക്കായി സൗദി ഭരണകൂടം ഏർപ്പെടുത്തുന്ന സൗകര്യങ്ങളിൽ ലോകം അത്ഭുതപ്പെടാറുണ്ട്. ഇതെങ്ങനെ ഇത്രയും മനുഷ്യരെ പരിചരിക്കുന്നതെന്നോർത്ത്. അനേക ലക്ഷങ്ങളെ സ്വീകരിക്കുന്ന പുണ്യപ്രദേശങ്ങളിൽ ഏർപ്പെടുത്തുന്ന എണ്ണമറ്റ സൗകര്യങ്ങൾ. സുരക്ഷയുടെ നിയന്ത്രണത്തിൽ അനേകായിരം വളണ്ടിയർമാരുടെ അകമ്പടിയോടെ തീർത്ഥാടകർ കടന്നുപോകുന്ന കാഴ്ച കണ്ണുകളെ കുളിരണിയിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ പരിചരിക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന തീർത്ഥാടനത്തിൻ്റെ പുണ്യകാലം കൂടിയാണ് ഓരോ ഹജ്ജ് കാലവും. ചരിത്രം ഇക്കുറിയും ആവർത്തിക്കും. എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി ഹജ്ജ് നാളുകളിലേക്ക് ലോകം ലബ്ബൈക്ക് എന്ന പുണ്യവചനം ചൊല്ലി നടന്നെടുക്കുന്നു. ആ പുണ്യവചനമേറ്റ് നമ്മുടെ മലയാളത്തിൻ്റെ സംഘശക്തി ചുട്ടുപൊള്ളുന്ന വെയിലിൽ പാദമിടരുന്നവരെ ചേർത്തുപിടിച്ച് ലക്ഷ്യത്തിലേക്ക് കൈപിടിക്കുന്നവർ, വഴിതെറ്റുന്നവരുടെ വഴികാട്ടികൾ, ഞങ്ങളുണ്ട് കൂടെയെന്ന് വിളിച്ചു പറയുന്നവർ. ഈ കാഴ്ചക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇന്ന് പുണ്യദേശത്തിൻ്റെ മണൽത്തരികൾക്ക് പോലും ഈ സേവനം സുപരിചിതമാണ്. വിശ്വവിമോചനത്തിൻ്റെ നാളുകളിൽ അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് കാവലും കരുത്തും തീർക്കുന്നവർ, KMCCയുടെ സന്നദ്ധ സേന. സ്വപ്നങ്ങളുടെ ചിറകിലേറി ജിദ്ദയിലെയും മദീനയിലെയും വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്നത് മുതൽ നിയമപരമായി തീർത്ഥാടകർ സൗദിയുടെ സുരക്ഷാ വിഭാഗത്തിൻ്റെ നിരീക്ഷണത്തിലാകും. അതേസമയം തീർത്ഥാടകർക്ക് വ്യക്തിപരമായി ആവശ്യമായ സകല സേവനങ്ങൾക്കും സന്നദ്ധ സേവകർക്കുമൊപ്പം KMCC വളണ്ടിയർമാർ സദാ രംഗത്തുണ്ടാകും. മക്കയുടെ മാധുര്യമേറിയ ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹാജിമാരിൽ പലരും തേടുന്നത് ഈ സംഘത്തെയാണ്. ദേശഭാഷാ വ്യത്യാസങ്ങളില്ലാതെ, വർഗ വിവേചനങ്ങളില്ലാതെ സേവനവീതിയിൽ അള്ളാഹുവിൻ്റെ അതിഥികളെ സേവിക്കുക എന്നത് മാത്രമാണ് KMCCയുടെ ദൗത്യസംഘം. സൗദി KMCC ഹജ്ജ് സെല്ലിൻ്റെ മേൽനോട്ടത്തിൽ മക്ക മദീന സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിലുള്ള വളണ്ടിയർമാരാണ് കർമ്മരംഗത്ത് രാപ്പകലില്ലാതെ രംഗത്തുള്ളത്. ഹേയ്, KMCC എന്ന് വിളിക്കുന്നവരിൽ മലയാളിയോ മറാഠിയോ UP-കാരനോ ഉൾപ്പെടെ ഇന്ത്യക്കാർ മാത്രമല്ല, ഇന്തോനേഷ്യക്കാരും ഈജിപ്തുകാരും പാകിസ്ഥാനികളും ഫലസ്തീനികളും സിറിയക്കാരും സിംഗപ്പൂർക്കാരും സുഡാനികളും ട്യൂണീഷ്യക്കാരും തുർക്കികളും ബംഗ്ലാദേശികളും ബർമ്മക്കാരും ഇറാഖികളും ഇറാനികളും ഇറ്റലിക്കാരും തുടങ്ങി ഇത്തവണ ഹജ്ജിനെത്തുന്ന 122 രാജ്യക്കാർക്ക് മുഴുവൻ പുണ്യഭൂമിയിൽ വഴികാട്ടികളാണ് KMCC ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ. പുണ്യഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണൽത്തരികളെ കോരിത്തെറിപ്പിച്ചുകൊണ്ട്
ആർദ്രതയുടെ ജ്വലിക്കുന്ന രംഗങ്ങൾക്ക് വീണ്ടും സാക്ഷിയാവുകയാണ് വിശുദ്ധ താഴ്വരകളും തമ്പുകളുടെ നഗരിയും. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തീർത്ഥാടകർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നിർമ്മിത ബുദ്ധിയോടുകൂടി സഹായത്തോടെ സൗദി ഭരണകൂടം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സന്നദ്ധ പ്രവർത്തകരുടെ സഹായം തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സാമീപ്യമാണ്. സൗദി വളണ്ടിയർ സേനയുടെ കീഴിലുള്ള വളണ്ടിയർമാരും പുണ്യഭൂമികളിൽ രംഗത്തുണ്ടാകും. സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പരിശീലനം ലഭിച്ച വളണ്ടിയർമാർ കുറ്റമറ്റ രീതിയിലാണ് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. സൗദി KMCC ഹജ്ജ് സെല്ലിൻ്റെയും മക്ക KMCC ഹജ്ജ് സെല്ലിൻ്റെയും നേതൃത്വത്തിൽ ഹാജിമാർക്കുള്ള ആപ്പുകൾ തീർത്ഥാടകർക്ക് ഏറെ ഉപകാരപ്പെടുന്നുണ്ട്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് കടക്കുന്നതോടെ ഈ ആപ്ലിക്കേഷൻ ഹജ്ജ് തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാകും. ഹജ്ജ് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിനിടയിൽ പുണ്യഭൂമിയിൽ ആവശ്യമുള്ളവർക്കുള്ളതെല്ലാം ഈ ആപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കർമ്മങ്ങൾ കഴിഞ്ഞു മിനായിലേക്ക് മടങ്ങുന്നതോടെ വഴിതെറ്റി പോകുന്നതാണ് ഹാജിമാർക്ക് നേരിടാനുള്ള വലിയ പ്രതിസന്ധി. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സോഷ്യൽ മീഡിയ വഴി പുണ്യകർമ്മങ്ങൾ നടക്കുന്ന വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഒരു വിളിക്കപ്പുറത്ത് KMCC വളണ്ടിയർ നിലകൊള്ളുകയും ചെയ്യുന്ന വിധത്തിലാണ് ആപ്പുകളുടെ ഘടന. അത്യുഷ്ണത്തിലാണ് ഇത്തവണയും ഹജ്ജ് കർമ്മം. തീർത്ഥാടകരിൽ പകുതിയിലധികവും വാർദ്ധക്യത്തിൻ്റെ അവശതയിലുള്ളവർ, ആഗ്രഹിച്ചതുപോലെ പുണ്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ശാരീരിക ശേഷിയില്ലാത്തവർ. എന്നാലും പുണ്യം നേടാനും മഖ്ബൂലും മബ്റൂറുമായ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുമുള്ള ആവേശത്തിൽ വഴിയോരങ്ങളിൽ തളർന്നു പോകുന്നവർ കൈപിടിക്കാൻ ആദ്യം വിളിക്കുന്ന നാമങ്ങളിൽ ഒന്നാണ് KMCC. കുടയും ചെരിപ്പും കുടിക്കാൻ വെള്ളവും എല്ലാമായി ഓടിയെത്തുന്ന വളണ്ടിയർ ആവശ്യമെങ്കിൽ ആംബുലൻസ് വരെ എത്തിച്ച് തീർത്ഥാടകർക്കൊപ്പം നിലകൊള്ളുകയും അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇന്ത്യൻ ഹജ്ജ് മിഷൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഇന്ത്യൻ ഹാജിമാരുടെ തമ്പുകളിൽ അവർക്കാവശ്യമായ സഹായങ്ങൾ നൽകാനും കർമ്മങ്ങൾ നിർവഹിക്കാനും പോകുമ്പോൾ അകമ്പടി സേവിക്കുവാനും KMCC വളണ്ടിയർമാരുണ്ടാവും. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളത്തിലെ ഹജ്ജ് ടെർമിനലും മദീനയിലെ പ്രിൻസ് മുഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും ഇന്ത്യൻ ഹാജിമാരുടെ ആദ്യ വിമാനം എത്തിയത് മുതൽ KMCC പ്രവർത്തകരുടെ സേവനമുണ്ട്. ലോകരാജ്യങ്ങളിൽ നിന്ന് തീർത്ഥാടകരുടെ വിശിഷ്യ ഇന്ത്യൻ ഹാജിമാരുടെ വരവ് ആരംഭിച്ചത് മുതൽ ഹറം പരിസരത്തെ KMCC വളണ്ടിയർമാർ കർമ്മനിരതരാണ്. അസീസിയയിലെ താമസ കേന്ദ്രങ്ങളിലും യാത്രാ പോയിന്റുകളിലും ഹാജിമാരുടെ സംശയങ്ങൾ തീർക്കാനും അവർക്കാവശ്യമുള്ളത് നേടിക്കൊടുക്കുന്നത് വരെ അവരോടൊപ്പം സഞ്ചരിക്കാനും KMCCയുടെ ചുറുചുറുക്കുള്ള സേവകരുണ്ട്. ഹജ്ജ് ടെർമിനലിൽ തീർത്ഥാടകർ വിമാനമിറങ്ങിയാൽ ജിദ്ദ KMCCയുടെ പ്രത്യേക പരിശീലനം നേടിയ വളണ്ടിയർമാർ സ്വീകരിക്കുകയും പുണ്യനഗരിയിലേക്കുള്ള അവരുടെ യാത്ര ക്രമീകരിക്കുകയും ചെയ്യും. നിർദ്ദേശങ്ങളനുസരിച്ച് മക്കയിലെ പരിചയസമ്പന്നരായ KMCC പ്രവർത്തകർ തീർത്ഥാടകരുടെ യാത്രകളും താമസവും ഏകോപിപ്പിക്കും. ഭാരമേറിയ ലഗേജുകൾ തോളിലേറ്റി തീർത്ഥാടകരുടെ ബിൽഡിങ്ങിൽ കട്ടിലുകൾക്ക് സമീപം എത്തിക്കുകയും അവർക്ക് കുടിവെള്ളവും ഭക്ഷണവും നൽകി ആവശ്യമെങ്കിൽ ഒരു വിളിക്കപ്പുറത്ത് ഞങ്ങളുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയാണ് വളണ്ടിയർമാരുടെ മടക്കം. വനിതാ KMCC വളണ്ടിയർ സേനയുടെ ഊർജ്ജസ്വലമായ സേവനങ്ങളാണ് എടുത്തു പറയേണ്ടത്. ജിദ്ദയിലെ വിമാനത്താവളങ്ങളിലും മക്കയിൽ തീർത്ഥാടകർ താമസിക്കുന്ന കേന്ദ്രങ്ങളിലും വനിതാ KMCC വളണ്ടിയർമാർ ആവേശത്തോടെ സേവന രംഗത്തുണ്ട്. വീട്ടിലെ എല്ലാ ജോലികളും മാറ്റിവെച്ച് മക്കളെ സ്കൂളിലേക്ക് അയച്ച് കുഞ്ഞുമക്കളെ സമീപത്തുള്ള ബേബി സിറ്റിങ്ങിൽ ഏൽപ്പിച്ച് സ്ത്രീ തീർത്ഥാടകർക്ക് താങ്ങും തണലുമാവുകയാണ് വനിതാ KMCCയുടെ വളണ്ടിയർമാർ. അർദ്ധരാത്രിയിലും പുലർവേളകളിലും ജിദ്ദ വിമാനത്താവളത്തിൽ സ്ത്രീ തീർത്ഥാടകർക്ക് തുണയായി അവരുണ്ട്. മക്കയിലേക്ക് എത്തുമ്പോൾ മക്കളെ പോലെ കൈപിടിക്കാൻ വനിതാ വളണ്ടിയർമാർ രാപ്പകൽ ഭേദമന്യേ കർമ്മനിരതരാണ്. മക്കയിലെയും
ജിദ്ദയിലെയും മദീനയിലെയും വനിതാ KMCCയുടെ ഘടകങ്ങൾ ഏറെ ശാസ്ത്രീയമായാണ് ഈ ദൗത്യം നിർവഹിക്കുന്നത്. മെഹ്റമില്ലാതെ ഹജ്ജിനെത്തിയ മലയാളി വനിതാ തീർത്ഥാടകർക്ക് എല്ലാ തുണയും വനിതാ വളണ്ടിയർമാരാണ് മദീനയിലെത്തുന്ന തീർത്ഥാടകർക്കും മദീന KMCCയുടെ വളണ്ടിയർമാരുടെ ഊഷ്മളമായ സ്വീകരണവും സേവനവും നൽകുന്നുണ്ട്. പ്രവാചക നഗരിയിൽ എത്തുന്നവർക്ക് ഹറമിൽ നിസ്കാരത്തിനും റൗള സന്ദർശനത്തിനും മറ്റു പുണ്യ സ്ഥലങ്ങൾ കാണുന്നതിനുമെല്ലാം വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളാണ് മദീന KMCC ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയും വനിതാ KMCC പ്രവർത്തകർ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. പുണ്യനഗരിയിലെത്തുന്ന തീർത്ഥാടകർക്ക് KMCCയുടെ നാടൻ കഞ്ഞി ഭൂഖണ്ഡങ്ങൾ മറികടന്ന് വിവിധ രാജ്യക്കാരുടെ തമ്പുകളിലേക്ക് വരെ ഒഴുകുന്ന മുൻകാല കാഴ്ചകൾക്ക് ഇത്തവണയും മിനയുൾപ്പെടെ പുണ്യ പ്രദേശങ്ങൾ സാക്ഷിയാവും. ദാഹാർത്തമായി തൊണ്ട വരണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി കാതങ്ങൾ താണ്ടി വരുന്നവരുടെ മുമ്പാകെ ആശ്വാസത്തിൻ്റെ തെളിനീരുറവയാകും നാടൻ നെല്ലുകുത്തി അരിയുടെ കഞ്ഞി. സുഭിക്ഷതയുടെ തീന്മേശയിൽ നിന്ന് വിശപ്പെന്തെന്നറിയാത്ത സമ്പന്നർക്ക് പോലും ഉദാരമതികളുടെ പിടിയരിയിൽ വെന്ത കഞ്ഞി തിരിച്ചറിവിൻ്റെ പാതയമാകും. സുരക്ഷയുടെ ഭാഗമായി ഏറെ നിയന്ത്രണങ്ങളാണ് പൊതുസുരക്ഷാ വിഭാഗം ഇത്തവണയും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നുസൂക്ക് കാർഡില്ലാത്തവർക്ക് മക്കയുടെ കവാടങ്ങളിൽ പ്രവേശിക്കാനാവില്ല. മക്കയിൽ താമസിക്കുന്നവർക്ക് പോലും ഹജ്ജ് കാലയളവിൽ ജവാസാത്ത് വിഭാഗത്തിൻ്റെ പ്രത്യേക അനുമതി വാങ്ങി വേണം താമസിക്കാൻ. ഇത്തരം രേഖകളില്ലാത്തവരെല്ലാം പിടികൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ജിദ്ദയിലേക്ക് മാറ്റിയിരുന്നു. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയായ ശേഷം മാത്രമാണ് ഇനി അവർക്ക് മക്കയിലേക്ക് മടങ്ങാൻ സാധിക്കുക. അനുമതി ലഭിച്ച തീർത്ഥാടകർക്ക് സുഗമമായി സുരക്ഷിതമായി കർമ്മങ്ങൾ നിർവഹിക്കാൻ അവസരമൊരുക്കുക എന്നത് സൗദി ഹജ്ജ് മന്ത്രാലയത്തിൻ്റെയും സുരക്ഷാ വിഭാഗത്തിൻ്റെയും ലക്ഷ്യമാണ്. അനധികൃതമായി ഹജ്ജിനെത്തുന്നവരെ കാത്തിരിക്കുന്നത് സുരക്ഷാ വിഭാഗത്തിൻ്റെ കഠിന ശിക്ഷാ നടപടികളാണ്. മുൻ വർഷങ്ങളിൽ അനധികൃതമായി ഹജ്ജിനെത്തിയവരുടെ തിരക്കിൽപ്പെട്ടുപോയ അനിഷ്ട സംഭവങ്ങൾ പശ്ചാത്തലത്തിലാണ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഔദ്യോഗിക സംവിധാനങ്ങളെയും ക്രമീകരണങ്ങളെയും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് KMCCയുടെയും മറ്റ് സന്നദ്ധ സംഘങ്ങളുടെയും വളണ്ടിയർ സേവനം. ഇത്തവണ സുരക്ഷയുടെ ഭാഗമായി മുൻകാലങ്ങളിലെ പോലെ വിപുലമായ വളണ്ടിയർ സേവന പദ്ധതിക്ക് സാധ്യതയില്ലെങ്കിലും മിനയിലും അറഫയിലും സേവന പ്രവർത്തനങ്ങൾ നടത്താൻ വിശിഷ്യ ഇന്ത്യൻ ഹാജിമാർക്ക് കൈത്താങ്ങാകാൻ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇക്കാര്യത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ അനുമതി കാത്തിരിക്കുകയാണ് KMCC ഉൾപ്പെടെയുള്ളവർ. ഹജ്ജ് കാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ വിശ്വാസിയും. അതുപോലെയാണ് KMCCയുടെ വളണ്ടിയർമാരും. അവരും ഓരോ ഹജ്ജ് കാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന അള്ളാഹുവിൻ്റെ അതിഥികളെ പരിചരിക്കുന്നതിനായുള്ള കാത്തിരിപ്പിൽ. ഈ പുണ്യകാലം വന്നാൽ ഊണില്ല, ഉറക്കമില്ല, ഉപജീവന മാർഗത്തിനുള്ള ജോലിയില്ല, രാപ്പകലില്ലാതെ സേവനങ്ങൾക്ക് വേണ്ടി മാത്രം കാതോർത്ത് കഴിയുകയാണ് ഈ മേഖലയിലെ ഓരോ KMCC പ്രവർത്തകരും. അതുകൊണ്ട് തന്നെ KMCCയുടെ വലിയ പെരുന്നാളാണ് ഓരോ ഹജ്ജ് കാലവും. വളരെ കൃത്യമായി തന്നെ KMCCയുടെ ഒരു സേവനത്തെക്കുറിച്ച് ബഹുമാന്യനായ അഷ്റഫ് വെങ്ങാട്ട് കൃത്യമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. സേവന സജ്ജരായി കാലങ്ങളായി അറേബ്യൻ മണ്ണിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനെത്തുന്നവർക്ക് താങ്ങും തണലുമായി അവർക്കാവശ്യമായ സേവനങ്ങൾ ചെയ്യാൻ സദാ സന്നദ്ധരായി നിൽക്കുന്ന KMCCയുടെ വളണ്ടിയർ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സ്വന്തം വീട്ടിലെ ഉമ്മമാരെപ്പോലെ ഉപ്പമാരെപ്പോലെ സഹോദരന്മാരെയും സഹോദരിമാരെയും പോലെ അവർ സേവന രംഗത്ത് കർമ്മനിരതരാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് വളരെ കൃത്യമായി തന്നെ അവരുടെ സേവനത്തെക്കുറിച്ച് നമുക്കറിയാം. വളരെ കുഞ്ഞുങ്ങൾ വരെ 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ സേവന സജ്ജരായി KMCC വളണ്ടിയർമാരുടെ ഗൗൺ അണിഞ്ഞ്
യൂണിഫോം അണിഞ്ഞ് വേണ്ട സേവനങ്ങൾ നടത്തുന്നത് നമുക്ക് സോഷ്യൽ മാധ്യമങ്ങളിൽ ഇന്ന് കൃത്യമായി തന്നെ കാണാം. അതുപോലെ തന്നെ ഇതിന് എടുത്തു പറയേണ്ടത് കൃത്യമായി തന്നെ വനിതാ വളണ്ടിയർമാരുടെ സേവനം. കൃത്യമായി നമ്മളെ ഇവിടെ നിന്നെത്തുന്ന ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സീനിയർ ആളുകളാണ്. സീനിയർ ആളുകളെ പരിചരിക്കാനും അവർക്ക് വേണ്ട പോലെ അവരുടെ മക്കളെപ്പോലെ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കൃത്യമായി നമ്മുടെ ഉമ്മമാരെയും സഹോദരിമാരെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന 122ഓളം രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ഹാജിമാരെ എല്ലാവരെയും വളരെ കൃത്യതയോടുകൂടെ സ്വന്തം വീട്ടിലെ അംഗങ്ങളെപ്പോലെ അവരെ പരിചരിച്ചുകൊണ്ട് അവർക്ക് ക്ഷീണമകറ്റാൻ അവർക്ക് വെള്ളം നൽകി അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണങ്ങൾ നൽകി അവർക്ക് വേണ്ട സഹകരണങ്ങൾ നൽകി വേണ്ടി വന്നാൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി എല്ലാം ചെയ്യുന്ന വെറും സൗജന്യ സേവനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘം, അതാണ് KMCC. എത്ര അഭിനന്ദിച്ചാലും മതിയാവാത്ത ഒരു സംഘടനയാണ്. കൃത്യമായി തന്നെ എല്ലാ രംഗത്തും കൃത്യമായി എല്ലാ മേഖലയിലും മയ്യത്ത് പരിപാലന രംഗത്ത് തൊട്ട് എല്ലാ മേഖലയിലും നിറഞ്ഞ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന KMCCയുടെ സന്നദ്ധ പ്രവർത്തകർ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സമയത്ത് KMCCയുടെ ഓരോ വളണ്ടിയർക്ക് വേണ്ടിയും അകമഴിഞ്ഞ് മനസ്സ് തട്ടിയുള്ള പ്രാർത്ഥന നടത്തുകയാണ്. കൃത്യമായി തന്നെ ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ അമരക്കാരൻ പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് പ്രത്യേക ക്ഷണപ്രകാരം ഗവൺമെൻറ്റിൻ്റെ അതിഥിയായി എത്തിയ പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങളെ വളരെ കൃത്യമായി തന്നെ എയർപോർട്ടിലെ പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് സ്വീകരണം നൽകി. അതുപോലെ തന്നെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാനുമായി KMCC നേതാക്കൾ ചർച്ചയിൽ അങ്ങനെ എല്ലാ മേഖലയിലും ഒരു കൃത്യമായ സേവനം, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ജനസേവനമാണ് KMCC നടത്തുന്നത്. നമുക്കറിയാം, ഇവിടെ നിന്ന് തങ്ങളുടെ കുടുംബം പോറ്റാൻ വേണ്ടി പ്രവാസ ലോകത്തിലേക്കെത്തി അവരുടെ ജോലികളും മറ്റു കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ കാലത്ത് വളരെ കൃത്യമായി തന്നെ അവരുടെ ജോലികളും മറ്റൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ സേവനത്തിനെത്തുന്നത് കൃത്യമായും തന്നെ ഇതിൽ പടച്ച തമ്പുരാൻ്റെ ആ ഒരു പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടിയാണ്. സേവന രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എന്നും മുതൽ കൂട്ടായി നിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ ഓരോ ഘടകവും ഓരോ വിഭാഗവും പ്രത്യേകമായി അവർ നടത്തുന്ന ജനസേവനങ്ങൾ കൃത്യമായും തന്നെ എടുത്തു പറയാൻ, അവർക്ക് പുണ്യം ലഭിക്കാൻ വേണ്ടി പടച്ച തമ്പുരാനിൽ നിന്ന് പുണ്യം ലഭിക്കാൻ വേണ്ടിയുള്ള നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള പ്രവർത്തകർക്ക് പടച്ച തമ്പുരാൻ ഇരു ലോകത്തും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്.